ശബരിമല സംരക്ഷണ സംഘം ഉദ്ദേശിച്ചതും മുന്നോട്ട് വച്ചതുമായിട്ടുള്ള ആശയങ്ങളുണ്ട്. ആ ആശയമാണ് ഞങ്ങൾ ഇപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നത്. ഈ വിവാദത്തോട് പ്രതികരിക്കാൻ ഹിന്ദു ഐക്യവേദിക്ക് താല്പര്യമില്ല. വാവര് എന്നുള്ള വിശ്വാസത്തിൽ നൈനാർ പള്ളിയിൽ പോയിട്ട് വാവരെ കണ്ട് തൊഴുതു പോകുന്നവർ തൊഴുതു പോട്ടെ. ആർക്കാണ് അവരെ തടയാൻ പോകുന്നുണ്ട് ആരെങ്കിലും? പന്തളം രാജകുടുംബത്തിലെ സഖാവാണെന്ന് കൂടി പറയൂ. ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബുവാണ് നമുക്കൊപ്പമുള്ളത്. ശബരിമല സംരക്ഷണ സംഗമത്തിൽ വാവര് സ്വാമിയെക്കുറിച്ച് ഇത്തരത്തിൽ വിദ്വേഷ പരാമർശം നടത്തിയത് ശരിയായി എന്ന് കരുതുന്നുണ്ടോ? ശബരിമല സംരക്ഷണ സംഗമത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശത്തിൽ നിന്നും അതിൻ്റെ ലക്ഷ്യത്തിൽ നിന്നും ഡൈവേർട്ട് ചെയ്യാൻ ആസൂത്രിതമായി ഒരു വിവാദമാക്കി ഇതിനെ കൊണ്ടുവരികയാണ് സത്യത്തിൽ. ശബരിമല സംരക്ഷണ സംഗമം ഉദ്ദേശിച്ചതും മുന്നോട്ട് വച്ചതുമായിട്ടുള്ള ആശയങ്ങളുണ്ട്. ആ ആശയമാണ് ഞങ്ങൾ ഇപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നത്. അത് ശബരിമലയുടെ സംരക്ഷണം, വികസനം, വിശ്വാസം, ഈ കാര്യങ്ങളാണ്. ബാക്കി ഇത് ആസൂത്രിതമായി ഉയർത്തിക്കൊണ്ടുവരുന്നൊരു വിവാദമാണ്. ഞങ്ങൾ ശബരിമല സംരക്ഷണ സംഗമം വിജയിച്ചതിൻ്റെ വിറളി കൊണ്ട് ഉയർത്തിക്കൊണ്ടുവരുന്നൊരു വിവാദമാണ് സത്യത്തിൽ. അതെല്ലാവരും അംഗീകരിച്ച കാര്യമാണ്. അതുകൊണ്ട് ഇത് അനാവശ്യമായൊരു വിവാദമാണ്. ഈ വിവാദത്തോട് പ്രതികരിക്കാൻ ഹിന്ദു ഐക്യവേദിക്ക് താല്പര്യമില്ല സത്യത്തിൽ. പക്ഷേ ശബരിമല എന്ന് പറയുന്ന ഒരു ക്ഷേത്രം മതമൈത്രിയുടെ സന്ദേശം പകരുന്നൊരിടം കൂടിയാണല്ലോ. അത്തരം ഒരിടത്തെക്കുറിച്ച് ഇത്തരത്തിൽ ഒരു വർഗീയ പരാമർശം ശാന്താനന്ദ മഹർഷി നടത്തിയത് ശരിയായി എന്ന് കരുതുന്നുണ്ടോ? അല്ലേ, ഇതൊന്ന് ഈ ആളുകളുടെ ഉള്ളിൽ വാവരൻ എന്ന വിശ്വാസം രണ്ടായിട്ട് തന്നെ, വാവരാണോ വാവുരൻ അതോ വാവുരൻ തന്നെയാണോ വാവര്, ഇത്തരം കാര്യങ്ങളിലുള്ള തർക്കത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അതൊരു സുപ്രഭാതത്തിൽ അതിനെ സെറ്റിൽ ചെയ്യാൻ സാധ്യമല്ല. അതിന് രണ്ടു കൂട്ടർക്കും അതിൻ്റേതായിട്ടുള്ള ചരിത്രപരമായ പിന്തുണയോ ഐതിഹ്യങ്ങളുടെ പിന്തുണയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതല്ല ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. അതിനെ ചർച്ചയാക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട നീറുന്ന പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാൻ ആസൂത്രിതമായ ശ്രമമാണ്. വാവര് എന്നുള്ള വിശ്വാസത്തിൽ നൈനാർ പള്ളിയിൽ പോയിട്ട് വാവരെ കണ്ട് തൊഴുതു പോകുന്നവർ തൊഴുതു പോട്ടെ. ആർക്കാണ് അവരെ തടയാൻ പോകുന്നുണ്ട് ആരെങ്കിലും? ഇല്ലെന്ന് ഞാൻ പറയുന്നത് ചിലരുടെ അഭിപ്രായം വ്യക്തിപരമായിട്ട് അത് അവരുടെ അഭിപ്രായമായിട്ട് കണക്കിലെടുത്താൽ മതി. മൊത്തത്തിൽ എന്നാൽ ഇതല്ല, വാവരല്ല, ഈ പറയുന്ന വാപുരനാണ് ശരിയെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അങ്ങനെ വിശ്വസിക്കട്ടെ. ഇതൊരു ഐതിഹ്യവുമായി ബന്ധപ്പെട്ട കഥയല്ലേ. പരാതി നൽകിയിരിക്കുന്നത് പന്തളം രാജകുടുംബമല്ലേ? പന്തളം രാജകുടുംബത്തിലെ സഖാവാണെന്ന് കൂടി പറയൂ. സഖാവ് ഏരിയ കമ്മിറ്റി മെമ്പർ പ്രദീപ് വർമ്മയാണെന്ന് പറയൂ. CPM-ൻ്റെ അജണ്ടയല്ലേ അത്? കോൺഗ്രസിൻ്റെ അജണ്ടയല്ലേ? രാഷ്ട്രീയ മുതലെടുപ്പാണ് ഈ വിവാദത്തിന് പിന്നിൽ എന്നുള്ള പ്രതികരണമാണ് RV ബാബു നടത്തുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ ലിബി സജീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.